അതെ, നമ്മളോടൊപ്പം ഇപ്പോൾ ഉള്ളത് എറണാകുളത്ത് നിന്നുള്ളൊരു സംഘമാണ്. കഥാപ്രസംഗത്തിൻ്റെ ടീമാണ്. ഇപ്പോൾ ഇവരുടെ കയ്യിൽ ഇൻസ്ട്രുമെൻസ് ഒന്നുമില്ല. അതുകൊണ്ട് നമ്മളവരെ അങ്ങനെ മത്സരിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നോ അല്ലെങ്കിൽ ഒരു പെർഫോമൻസിന് വേണ്ടി എത്തിച്ചതല്ല. അവർ എ ഗ്രേഡ് നേടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവരുടെ ആ ഒരു സന്തോഷം പങ്കുവയ്ക്കാൻ വേണ്ടിയാണ്. അപ്പോൾ മക്കളെ, നിങ്ങളുടെ പേരൊക്കെ ഒന്ന് പറയുക. എന്താണ്? കൃഷ്ണനന്ദ, സെലിൻ, അനഘ, സ്വാതി, കൃഷ്ണവേണി. നിങ്ങൾ ഏത് സ്കൂളിൽ നിന്നാണ് വരുന്നത്? സെന്റ് തെരേസ സ്കൂളാണ്. എറണാകുളത്ത് വന്നിരിക്കുകയാണ്. ഈ ഒത്ത നടുക്ക് നിൽക്കുന്ന ഒരാള് സംസ്കൃത പദ്യം അല്ലെ, കവിതാ രചനയുടെ ആളാണ്. കവിത രചന അപ്പൊ 2 എ ഗ്രേഡാണ്, ഒരു ടീമിനും ഒരാൾക്ക് കൂടി. അപ്പൊ സ്കൂളിൽ വലിയ സന്തോഷമായി കാണും. 2 മത്സര ഇനത്തിൽ എ ഗ്രേഡ് കിട്ടി. അപ്പൊ സൂര്യ, നമുക്ക് അവരൊന്ന് വിഷയണ്ടേ? അതായത് കഥാപ്രസംഗത്തിന് അവർ ടീമായിട്ട് വന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിരുന്നു, അതെന്താ ഒരാൾ മാത്രം ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്നതെന്ന്. 2 ഐറ്റം ഉണ്ടല്ലേ? 2 ഐറ്റം ഉണ്ട്. കഥ പറഞ്ഞത് ഞാനാണ്, അപ്പൊ അതുകൊണ്ടാണ് ഡിഫറെന്റ് ഡ്രസ്സായിട്ട് വന്നത്. കപ്പ് നമ്മൾ കൊണ്ടുപോകും. കപ്പ് ഇങ്ങനെ എല്ലാവരോടും ചോദിച്ചോണ്ടിരിക്കുക. കണ്ണൂരുകാരും കോഴിക്കോടുകാരും ഒക്കെ വരിക. എല്ലാവരും അവർ തന്നെ കപ്പ് കൊണ്ടുപോകും തറപ്പിച്ചു പറയാം. പങ്കെടുക്കുന്നതിലാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം, നമുക്കൊരു സമ്മാനത്തിനേക്കാളും. അപ്പൊ അത് നമ്മൾ എന്താണെങ്കിലും ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് നൽകാൻ കഴിയുന്ന നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നൽകാൻ കഴിയുന്നത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഫുൾ കോൺഫിഡൻസും ഉണ്ട്. നിങ്ങളുടെ കഥാപ്രസംഗമൊക്കെ ഒന്ന് കേൾക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ അതിനുള്ള സൗകര്യം നമുക്ക് ഇപ്പോൾ ഒരുക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ എ ഗ്രേഡ് നേടി വിജയിച്ചാണ് നിങ്ങൾ ഇവിടെ നിന്ന് പോകുന്നത്. എല്ലാവർക്കും കേരള വിഷൻ ന്യൂസിന്റെ ഒരു അഭിവാദ്യം, ഒരു കൺഗ്രാറ്റുലേഷൻസ് നൽകുകയാണ്. ഇനി നമുക്ക് ഒരുപാട് വേദികളിൽ കണ്ടുമുട്ടണം. നിങ്ങളുടെ പെർഫോമൻസ് ഇനിയും പല വേദികളും കാണുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും നിർത്തരുത്. ഈ കല പഠിത്തത്തോടൊപ്പം മുന്നോട്ട് പോട്ടെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.